വേദനകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ മുറുക്കി പിടിക്കുക അല്ലേ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. ജോലികൾക്കിടയിലും വേദനകൾ വരുമ്പോൾ അതിപ്പോൾ ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ദൈവത്തെ തന്നെയാണ് മുറുക്കെ പിടിച്ച് മുന്നോട്ട് പോവുക. ചുറ്റുള്ളവരോടൊക്കെ നമ്മൾ സങ്കടവും വിഷമവും ഒക്കെ പറയും, എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി എന്നത് അവിടെ നിന്നാണല്ലോ. അപ്പോൾ ഇതാ എപ്പോഴും സങ്കടങ്ങളൊക്കെ കൊണ്ട് വെക്കുന്നത് ആ ഒരു മുൻപിലാണ്. സങ്കടങ്ങൾ പലപ്പോഴും പരാതികളായിട്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് പോവുക. എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയുള്ളൂ, അങ്ങനെ നമ്മുടെ വിഷമങ്ങൾ പറയാൻ അറിയുള്ളൂ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പുനയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താ എത്ര വലിയ സങ്കടം, എന്താ എത്ര വലിയ വേദന. വേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. നമ്മുടെ വിസ്ഡം ടീത്തിൻ്റെ അവിടെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. വേദന തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസത്തോളമൊക്കെ ആയി. പക്ഷേ ഇപ്പം മാറും. അത് എന്തെങ്കിലും പെയിൻ കില്ലർ കഴിക്കും, അത് കഴിച്ച് ഇത് കഴിച്ചൊക്കെ മാറും. വെറും പല്ലുവേദനയ്ക്കാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർക്കും. പക്ഷേ ഇത് കുറച്ച് കുഴപ്പം പിടിച്ച രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം എൻ്റെ വിസ്ഡം ടീത്ത് കുറച്ച് ചരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഭാഗത്തൊരു എല്ല് പോലെ എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ, അവിടെ ഇട്ട് മുട്ടുമ്പോൾ ഉണ്ടാവുന്നൊരു വേദന ഉണ്ടല്ലോ. അയ്യോ, ഇത്ര വേദന! ഒരു 8 വർഷം മുമ്പ് എനിക്ക് നമ്മുടെ റൈറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അത് വേദന സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു അതെടുത്ത് കളയണം, കാരണം വിസ്ഡം ടീത്തിൻ്റെ അവിടെ നിന്ന് ഒരു എല്ല് പോലെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, ചരിഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞ് സർജറി ചെയ്തെടുത്ത് കളഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു കേടുമില്ലാത്തൊരു പല്ല് എടുത്തിട്ട് അങ്ങോട്ട് പോവാന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം വരില്ലേ? അതുപോലെ തന്നെയാണ് 8 വർഷത്തിന് ശേഷം ഇപ്പോഴും ലെഫ്റ്റ് സൈഡിൽ സെയിം പ്രോബ്ലം. കാരണം ഭയങ്കര വേദനയാണ്. വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. തലയും ചെവിയും ഈ ഒരു കഴുത്തിൻ്റെ പുറകു വശത്തു നിന്നൊക്കെ ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു വാക്കത്തേക്ക് പൊളർന്നു പോകുന്ന അത്രയ്ക്ക് വേദനയാണ്, സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പല്ലിന് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആ പല്ലും എടുത്ത് കളയണം. അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു കുഴപ്പമില്ലാത്ത 2 പല്ല്, എൻ്റെ ഈശ്വര എന്താ ചെയ്യാല്ലേ, നമുക്ക് ദൈവം അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, നമുക്ക് സംസാരിക്കണ്ടേ. ഞാനാണെങ്കിൽ വായ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ട്യൂഷൻ എടുത്തും വീഡിയോസിൽ വോയിസ് കൊടുത്തും വീഡിയോസ് എടുത്തൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. നമ്മൾ എന്തോരെന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കും. ഞാൻ പെയിൻ കില്ലർ കഴിച്ച് കുറച്ച് ദിവസം ഞാൻ നടന്നു നോക്കി, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. പെയിൻ കില്ലറൊക്കെ വെറും 3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും പിന്നെയും അടുത്ത വേദന. എന്തോരെന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പറഞ്ഞിട്ടാണോ മേടിക്കുന്നത്. പക്ഷേ ഈ വേദനയുടെ ഒരു വകുപ്പ് ഇങ്ങോട്ട് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നി എൻ്റെ റൈറ്റ് സൈഡിൽ വന്ന പോലെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ വന്ന്. വേദന സഹിക്കാൻ പറ്റാണ്ട് കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു അവിടെ സർജറി വേണം, പല്ലിന് കേടൊന്നുമില്ല, ആ സാധനം എടുത്ത് കളയണം, അവിടെ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കട്ട് ചെയ്ത് കളയണം, സ്റ്റിച്ചൊക്കെ ഇടണം എന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല, എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്, വേദനയുണ്ട്. കാരണം ഒരു കേടുമില്ലാത്ത പല്ലാണല്ലോ എടുത്തുകൊണ്ടേ കളയുന്നത്. ദശ വന്ന പോലെ ഇങ്ങനെ മൂടി നിൽക്കാതെ. വേദന എന്ന് പറഞ്ഞാൽ ആ ഒരു വേദന അനുഭവിച്ച ആൾക്കാർക്ക് അറിയാം. സാധാരണ ഒരു പല്ലിന് കേടുപറ്റുമ്പോൾ ഉള്ളൊരു വേദന അല്ല, അതിനപ്പുറം വേദനയാണ്. പറയാൻ വയ്യ, അത്രയ്ക്ക് വേദനയാണ്. അപ്പോൾ ഇതാ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചല്ലേ. അപ്പോൾ ചെറിയൊരു പല്ലുവേദനയ്ക്കാണ് ഇങ്ങനെ പറയണതെന്ന് ഓർക്കരുത് കേട്ടോ. എൻ്റെ വേദന നിങ്ങളോട് ഞാൻ എല്ലാം ഷെയർ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ റെഡിയാക്കാണ്. രാവിലെ മെഡിസിനൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ. രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിക്കാൻ ഒരു ഗുളികയാണ്. എനിക്ക് തോന്നുന്നത് പെയിൻ കില്ലറാന്ന് തോന്നുന്നു. കാരണം വേദനിച്ചിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുക. രാവിലെ 5:30 മണിക്ക് വേദനിച്ചിട്ടാണ് എഴുന്നേൽക്കുക. കറിയാമ്പ് വെള്ളമൊക്കെ കൊണ്ട്, ചൂടുവെള്ളമൊക്കെ കൊണ്ട്, ഉപ്പിട്ട് വെള്ളം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കുറയും. എന്നിട്ട് എന്തെങ്കിലും വല്ല ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും രാവിലെ കഴിച്ചിട്ട് ഞാൻ ടാബ്ലറ്റ് എടുക്കും. എന്നിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വരിക. ഇപ്പോൾ തലേന്ന് രാവിലെ തന്നെ കഴുകാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന. അപ്പോൾ ആൾ പറഞ്ഞു തല 2 ദിവസത്തേക്ക് നനക്കണ്ട, ഈ സർജറി നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേടി കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നീണ്ടു പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ തുറക്കാറായല്ലോ. അപ്പം ഞാൻ സർജറി ചെയ്ത് തല അനക്കാണ്ട് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഏട്ടൻ ചെയ്യും, എന്നാലും അവർ ചെയ്യില്ല എന്നല്ല, ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്യുന്ന പോലെ A to Z അവർക്ക് അറിയില്ലല്ലോ. പക്ഷെ എന്തായാലും ഈ വേദന സഹിച്ചുകൊണ്ട് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ ആഴ്ചയോ പോയിട്ട് സർജറി ചെയ്യും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം. എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചല്ലേ. അപ്പോൾ ഇതാ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് കേട്ടോ. തലേ ദിവസത്തെ മീൻകറിയൊക്കെ ഉണ്ടായതാണ് അവിടെ ചൂടാക്കി വെച്ചത്. കേരയല്ല, ചൂര മേടിച്ച് കയറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മുട്ടക്കറിയാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ. മുട്ട ഒരു സ്പെഷ്യൽ ഗ്രേവിയാണ് കേട്ടോ. പല്ലുവേദനയുടെ ഇടയിലും അവൾക്ക് സ്പെഷ്യൽ ഗ്രേവിക്ക് കുറവൊന്നുമില്ല എന്ന് പറയണ്ട. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചത്. അപ്പോൾ മുട്ട
ഒട്ടും തന്നെ പൊട്ടാണ്ട് നമുക്ക് കിട്ടും എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് മാത്രം ഇട്ടിട്ടാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമ്പോഴത്തേനും എങ്ങനെയെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ പൊട്ടും. പക്ഷെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി നമ്മൾ, വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ എന്താണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊട്ടി അങ്ങ് പോകത്തില്ല കേട്ടോ. അപ്പം നമുക്കിതാ കണ്ട ഒരൊറ്റ മുട്ട പോലും പൊട്ടിയിട്ടില്ല. നമുക്ക് ഇങ്ങനെ തന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് ഇതേപോലെ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ പച്ചക്കറികളാണെങ്കിലും മുട്ടയാണെങ്കിലും ഒക്കെ വെന്ത് കിട്ടുക, ഓവർ കുക്കാവാണ്ട് വെന്ത് കിട്ടുക, നല്ല ഭംഗിയിൽ അരിഞ്ഞ് കിട്ടുക, നല്ല ടേസ്റ്റിൽ ആ കറി വരിക, നല്ലൊരു കളറിൽ അല്ലെങ്കിൽ നല്ലൊരു രുചിയിൽ വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ കാര്യമല്ലേ? എനിക്ക് വലിയ കാര്യമാണ് കേട്ടോ. എന്നെപ്പോൾ ഞാനൊരു സാധാരണ വീട്ടമ്മയുടെ ഒരു ലെവലിൽ ചിന്തിച്ചിട്ടാണ് പറയണത്. ഭയങ്കര ഇതൊക്കെയാണോ വലിയ കാര്യം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? പക്ഷെ എനിക്കത് വലിയ കാര്യമാണ് കേട്ടോ. എനിക്കത് ചെയ്യുന്ന ജോലി അത് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ മുട്ട അവിടെ ഞാൻ പച്ചവെള്ളത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ചൂട് പോയിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇടിയപ്പം ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മനുവേട്ടനെ വിളിച്ചില്ലെന്ന് ഓൺലൈൻ മീറ്റിങ്ങിലാണ് രാവിലെ തന്നെ. അപ്പോൾ ഇനി ജോലിക്കാരത്തിൻ്റെ ഇടയിൽ പോയി ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് എനിക്കിപ്പോൾ വേദന പെയിൻ കില്ലർ കഴിച്ചപ്പോൾ കുറവുണ്ട്. എൻ്റെ വായുടെ അകത്ത് നീരുണ്ട്, പുറത്തേക്കും അത് കാണാം. സത്യം പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ വ്ളോഗിലൊക്കെ എനിക്ക് വേദന ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പെയിൻ കില്ലറുമേൽ നിന്നിട്ടാണ് ഞാൻ ആ വീഡിയോയും വ്ളോഗൊക്കെ ചെയ്തത്. കാരണം എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വിശേഷങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാനതൊരു ജോലിയായിട്ടാണ് കാണുന്നത്, എൻ്റെ ഒരു വലിയൊരു സന്തോഷമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതാ ഞാൻ അവിടെ നമുക്ക് മുട്ടക്കറി റെഡിയാക്കി എടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി വന്ന കുറച്ച് ചോറ് അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു സ്പെഷ്യലായിട്ട് വെക്കുന്ന മുട്ടക്കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ എന്താ വെളുത്തുള്ളി അപ്പാടെ തന്നെ, വെളുത്തുള്ളിക്ക് ഇപ്പം എന്താ വിലയില്ലേ, 400 രൂപയാണ് കിലോയ്ക്ക്. അപ്പോൾ ഇതാ കുറച്ച് വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് ഇങ്ങനെ ഞാൻ മുഴുവത്തെ പാടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഒരു 3-4 പീസായിട്ട് ഇടാൻ, എന്നിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, 3 ഏലയ്ക്ക, ഒരു പിഞ്ച് ജീരകം. ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകമല്ലേ. ഇത്ര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. അപ്പം തന്നെ നല്ലൊരു മണം വരും കേട്ടോ. നമ്മുടെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കില്ലേ അതേപോലത്തെ ഒരു മണം വരും. അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്ന നേരത്ത് നമുക്കിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാട്ടോ, കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ അരയ്ക്കണ്ടെന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾ നേരെ കനം കുറച്ച് നേരിയതാക്കി എടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ക്യൂബ് ഷേപ്പാക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് അതൊന്ന് വഴണ്ട് വരണച്ചിട്ട് സമയം എടുക്കും. നമുക്കിത് ആ നേരം കൊണ്ട് മുട്ടയുടെ തോലൊക്കെ പൊളിച്ചെടുക്കാം. അതാ നമ്മളിങ്ങനെ മുട്ട ഒന്ന് പയ്യെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് ഇങ്ങനെ കൊട്ടിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരുളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലേ, നമുക്ക് പൊളിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ തോല് ഓറഞ്ചിൻ്റെയൊക്കെ നമ്മൾ പരസ്യങ്ങളിൽ കാണുമ്പോൾ നമ്മൾ പൊളിച്ച് കാണിക്കില്ലേ, അതേപോലെ നമുക്ക് ഇങ്ങനെ നല്ല സുന്ദരമണിയായിട്ട് നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ ഡാമേജ് പറ്റിയ പോലെ ഇരിക്കും, പാച്ച് വർക്കായിട്ടുള്ള പുഴുങ്ങിയ മുട്ട പോലിങ്ങനെ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള നല്ല സായ്പൂട്ടന്മാരെ പോലെയുള്ള നല്ല സുന്ദരൻ മുട്ടകൾ നല്ല അടിപൊളിയായിട്ട് ഡാമേജ് ഒന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. പൊട്ടിയും പൊളിഞ്ഞും ഒന്നും ഇരിക്കാണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് മുട്ട കിട്ടും. അപ്പോൾ അത് ഞാൻ അവിടെ പയ്യെ ഒന്ന് പുറമെ ഒന്ന് വരഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ സവാളയുടെ കൂട്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ഓർഡറാണല്ലോ നമുക്ക്, അപ്പോൾ ഓടിക്കോ. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഇട്ടാൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഗരം മസാല ഉണ്ടായിരുന്നില്ല, ഞാൻ അതിന് പകരം ചിക്കൻ മസാലയാണ് ഇട്ടത്. ഇതിൽ വെളിച്ചെണ്ണ കുറച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. കുറേ വെളിച്ചെണ്ണ ആയിട്ടുണ്ടെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ വെളിച്ചെണ്ണ ഇട്ട് പിന്നെ നമ്മൾ കുറേ വെളിച്ചെണ്ണ ഇട്ട് വരുമ്പോൾ കറി ഭയങ്കരമായിട്ട് നമുക്ക് മട്ടിച്ചു പോകും. അപ്പോൾ അത്ര വെളിച്ചെണ്ണ വേണ്ട. ഇത് ഞാൻ തലേ ദിവസം കുതിർത്തി വെച്ചിരുന്ന ഒരു 10-15 കശുവണ്ടി പരിപ്പാണ്. അപ്പം നമുക്കത് അതിലേക്ക് കാഷ്യൂനട്ട് കുതിർത്തി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും, അതങ്ങനെ വഴണ്ട് വരണം എന്നില്ല, കാരണം അതിപ്പോൾ അല്ലാണ്ട് അരച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നാലും അതിൻ്റെ കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കാമെന്നുള്ള പാകത്തിന് ഇട്ടിട്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മളൊരു വലിയൊരു തക്കാളി, ഇതിപ്പോൾ ഒരു തക്കാളി നല്ല വലിയ പഴുത്ത തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ ഇട്ടത്. പുളിക്ക് ഇപ്പോൾ പുളി വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ തക്കാളി ഇടണം എന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി മുട്ടക്കറിക്കൊക്കെ ഒരു ഇച്ചിരിക്കോളൊരു പുളി വേണം, എന്നാലേ കറി കഴിക്കാൻ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. തക്കാളി ഇട്ടിട്ട് ആ മസാലക്കൂട്ട് നമുക്ക് അടച്ചു വെച്ച് നമുക്കൊന്ന്
നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ അപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മുട്ടയൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. പുഴുങ്ങിയ മുട്ട പൊരിക്കേ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ. നമ്മൾ മുട്ട മസാല ഉണ്ടാക്കില്ലേ മുട്ടമ്മേൽ, അതേപോലെ തന്നെ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ ഇട്ട പൊടികളില്ലേ കറികളിൽ, അത് തന്നെ എല്ലാം സെയിം. മഞ്ഞൾ, മുളക്, മല്ലി, പിന്നെ നമ്മുടെ ഗരം മസാല ഇല്ല, ഞാനവിടെ ചിക്കൻ മസാല, നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല എടുത്തോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് മൊരിയിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ മുട്ട ഇട്ട് കൊടുത്തിട്ട് സത്യം പറഞ്ഞാലില്ലേ നമുക്കത് കൈ കൊണ്ട് ഇളക്കാൻ ഇച്ചിരി പണിയാണ്, ഇങ്ങനെ ഇളക്കിയെടുക്കാൻ. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നോ, അതിങ്ങനെ ചട്ടിയുടെ കാതയിൽ ഇങ്ങനെ പിടിച്ചിട്ട്, ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഈ ചട്ടി എടുത്തത്. ഈ ചട്ടിയിൽ ഇങ്ങനെ ഇളക്കിയെടുക്കാനാണ് എളുപ്പം. കണ്ട് നമ്മളിങ്ങനെ ചുറ്റിക്കുമ്പോൾ ആ മസാല എല്ലാം അതിൽ പിടിക്കും. ഇനി ബാക്കി പിടിക്കാത്ത ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിലോണ്ട് പയ്യൊന്ന് തിരുമി എല്ലാം ഒന്ന് പയ്യെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും ആ മസാല എല്ലാം അതിൽ പിടിച്ചോളും. ഒരു മിനിറ്റ് വേണ്ട കേട്ടോ. അതിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇതേപോലെ ഒന്ന് വെച്ച് തിരിച്ച മസാലയൊക്കെ മുട്ടയിൽ പിടിച്ചു വന്ന അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിലോട്ട് അങ്ങോട്ട് പിടിച്ചോളും. അപ്പം അതവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ തക്കാളിയുടെയും സവാളയുടെയൊക്കെ മസാല കൂട്ടില്ലേ നമ്മൾ കശുവണ്ടിയൊക്കെ ഇട്ട് വെച്ചതൊക്കെ അതൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ദാ മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ടിട്ട് ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പട്ട് പോലെ അരച്ചെടുക്കുക. അപ്പോൾ അതവിടെ അരച്ചവിടെ മാറ്റി വയ്ക്കുക. ഈ സെയിം ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പൊട്ടിച്ചാൽ മതി. ഇവിടെ ഞാനിവിടെ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി കുറച്ച് അധികം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. കാരണം നമ്മളിവിടെ സവാളയൊക്കെ അരച്ച മാതിരി ആക്കി കളഞ്ഞല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലും കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കടിക്കാൻ. ഇപ്പം അധികമൊന്നും ഉണ്ടാവില്ല, 4 വേപ്പിലയും 2 ഉള്ളി മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷെ കറി ഭയങ്കര ടേസ്റ്റാട്ടോ. എന്നിട്ട് നമ്മളിത് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഉപ്പിട്ടോളൂ കേട്ടോ. ഉപ്പിട്ടിട്ട് മൊരിയിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ അരപ്പിട്ട് കൊടുക്കുക. അതൊന്നും ഓൾറെഡി പച്ചമണം മാറിയിട്ടാണ് നമ്മൾ വഴറ്റിയത്, എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് പറ്റിച്ചു കൊടുക്കുക. അതിലേക്ക് അരപ്പ് വെള്ളം കുറച്ചും കൂടി മിക്സിയുടെ ജാറൊന്ന് കുലുക്കി എടുത്തിട്ട് ഒഴിച്ചങ്ങടേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കണ്ടോ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ എനിക്ക് ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ടിട്ടോ. അപ്പം നിങ്ങളിത് സവാള വാട്ടുന്ന സമയത്ത് ഉപ്പിട്ടാൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ ഇപ്പോഴാണ് ഇട്ടത്. എന്നിട്ട് നമ്മുടെ കട്ടിപ്പാലില്ലേ, തേങ്ങാപ്പാല്, അത് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് തിളച്ച് വരാൻ ഉള്ള സമയം കൊടുക്കണം കേട്ടോ. ഇപ്പം തന്നെ നല്ല സ്മെല്ല് ആ മസാലയുടെയും നമ്മുടെ കശുവണ്ടി അരച്ചതിൻ്റെ ഒക്കെ നല്ല മണമാണ് കിച്ചണിൽ. ഇതാ നമ്മൾ എന്താ പറയുക, മസാലയിട്ട് പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട പുഴുങ്ങിയത് അങ്ങനെ പറയാല്ലേ. മുട്ട നമ്മൾ നന്നായിട്ട് മസാല ഇട്ട് നന്നായിട്ട് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ആ പുഴുങ്ങിയ മുട്ട നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇത് കസൂരി മേത്തിയൊന്നും അല്ല കേട്ടോ, ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മല്ലിച്ചീര ഉണങ്ങിപ്പോയതാണ്. നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിച്ചീര ഇട്ടോളൂ കേട്ടോ ഉണ്ടെങ്കിൽ. അപ്പം മല്ലിച്ചീര ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മല്ലിച്ചീര ഇട്ടാൽ മുട്ടക്കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എന്നിട്ട് അത് അടച്ചു വയ്ക്കുക. പിന്നെ നമുക്ക് കടിക്കുന്ന നേരവും എടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ സംഗതികളൊക്കെ റെഡിയായി വരുന്നുണ്ട്. എനിക്ക് ഇടയ്ക്കൊരു വേദന പോലെയൊക്കെ തോന്നും. കാരണം ഈ തല കുറയിട്ട് നമ്മൾ അനക്കി കുമ്പിട്ടും ഇതൊക്കെ എടുത്തൊക്കെ വരുമ്പോഴത്തേനും ചെറിയൊരു വേദന പോലെയൊക്കെ തോന്നും. ഇപ്പോൾ ഏട്ടൻ അപ്പോഴും ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 9 മണിയായപ്പോഴത്തേനും ഞാൻ പറഞ്ഞു വിശക്കണോ എന്ന് പറഞ്ഞപ്പോൾ കഴിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ എനിക്കിഷ്ടമുള്ള ഭക്ഷണം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് കൂടും. ഏട്ടൻ പറഞ്ഞ് കഴിച്ചോ, കുഴപ്പമില്ല, എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിതാ ഒരു 9-9:30 വരെ വെയിറ്റ് ചെയ്തു കേട്ടോ. 9:30 ആയപ്പോഴത്തേനും ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഒരു മുട്ട എനിക്ക് എരിയൂല്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ അന്ന് പോയപ്പോൾ നീ എരിവുള്ള കാടമുട്ട കഴിച്ചല്ലോ, ഇപ്പം നിനക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ വാരി കൊടുത്തു കേട്ടോ. പക്ഷെ ഒരു പണി പറ്റി. ഞാൻ ഭക്ഷണത്തിന് മുന്നേ ഒരു മരുന്നുണ്ടായിരുന്നു, വേറൊരു ടാബ്ലറ്റും ഉണ്ടായിരുന്നു. ഞാനത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കഴിച്ചില്ലല്ലോ ദൈവമേ എന്ന് ഓർത്തത്. കാരണം നമ്മളിങ്ങനെ ഭക്ഷണം ചവയ്ക്കുമ്പോൾ പല്ലിൻ്റെ അവിടെ നിന്നൊരു വേദന ഇങ്ങനെ വരും. തല വഴി കയറി ഇങ്ങനെ ഒരു സുഖമാണ്. തല നമ്മുടെ അങ്ങോട്ട് തെറിച്ച് പോണ പോലെ തോന്നും. ഒരു വശം വെട്ടി പൊളിയുന്ന വേദനയാണ്. ശ്രദ്ധിക്കാണ്ടാണ് നമ്മൾ ഭക്ഷണം വേണ്ടിയിട്ട് കടിക്കുന്നതെങ്കിൽ. അത് കടിച്ചപ്പോഴാണ് ഈശ്വരാ ഞാൻ മരുന്ന് കഴിച്ചില്ലല്ലോ ഭക്ഷണത്തിന് മുമ്പേ ഉള്ളതെന്ന് ആലോചിച്ചിട്ട് വേഗം ഞാൻ അന്നമോളെ കൊണ്ട്, ആ ടാബ്ലറ്റാണ് കേട്ടോ അവിടെ പാത്രത്തിൻ്റെ അപ്പുറത്തേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.